അല്ല, ഒരു കാര്യം ചെയ്യുമ്പോഴേ നിങ്ങൾ ചോറ് വിളമ്പുന്നത് കഴിച്ചിട്ടല്ലയോ അടുത്ത ഐറ്റത്തിലേക്ക് നോക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സീത്തെ. അപ്പം ഇതിന്റെ കാര്യങ്ങൾ ഇതിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇനി അടുത്തൊരു കാര്യമാണ്. അടുത്ത കാര്യം പിന്നെ വരുന്നതല്ലേ. ഇപ്പം ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് എത്ര ബാധ്യത വരുന്നതാണ്. നല്ല ബാധ്യത വരുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. അത് പ്രഖ്യാപനങ്ങളെല്ലാം വിശദമായി കണക്കാക്കണം. എന്തായാലും ഒരു 10,000 കോടി കുറയില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ സ്കൂൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുവിതരണം, ഇങ്ങനെയൊക്കെ തന്നെ പലതും പെൻഡിംഗ് ആയി കിടക്കുന്നതിന് 10,000 കോടിക്ക് അടുത്തുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ടാക്സ് വിഹിതം വെട്ടിക്കുറച്ചൊക്കെയാണ് നേരത്തെ പറയുന്നത്. ഇതിപ്പോൾ ഇത്രയും ബാധ്യത വരുമെന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ധരിക്കുന്നത്. അധിക ബാധ്യതയാണ്. അത് അധിക ബാധ്യതയാണ്. കാരണം ഇപ്പൊ തന്നെ 10,000 കോടിക്കടുത്ത് ഒരു വർഷം ചെലവാക്കുന്നുണ്ടല്ലോ.